കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണം നമുക്കറിയാം, അതിൽ നടക്കുന്ന അന്വേഷണം നമുക്കറിയാം. അതിൽ വി ടി സതീശന്റെ അടുത്ത വിശ്വസ്തനായ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിൽ എന്ന് പറയുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇയാൾ ഒളിവിലാണ്. ഇയാളുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുകയാണ് നമ്മളോടൊപ്പം. നോക്കാം അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിൽ ഇയാൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു മാസം മുൻപ് തന്നെ ഇത്തരത്തിലൊരു അശ്ലീല പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു, പിന്നീട് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആസൂത്രണം ഒരു മാസം മുൻപേ തുടങ്ങിയതാണ്. ഏകദേശം വി ഡി സതീശൻ ആ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങിയതാണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഈ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിൽ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലേ? ഒപ്പം ഇയാളുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്ന് അയക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്, അല്ലേ? ചേർത്ത കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൻ്റെ ഉടമ യാസിർ, ഈ 3 പേർക്കും പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ഇവരുടെയൊക്കെ വീടുകളിലെത്തി പോലീസ് നോട്ടീസ് നൽകിയത്. ഇതിൽ ഈ ഗോപാലകൃഷ്ണൻ ഒളിവിലാണ്. അയാൾ ഈ കേസെടുത്തതിന് പിന്നാലെ തന്നെ ഒളിവിൽ പോവുകയായിരുന്നു. ഇന്നലെ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിലും KM ഷാജഹാൻ്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. പറവൂർ പോലീസും റൂറൽ സൈബർ പോലീസും ചേർന്നാണ് വിശദമായ പരിശോധന നടത്തിയത്. ഈ 2 പേരുടെയും വീട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട തെളിവായി പോലീസ് കരുതുന്ന മൊബൈൽ ഫോണുകൾ പിടിച്ചിട്ടുണ്ട്. കാരണം ഈ ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്താൻ വേണ്ടി ഉപയോഗിച്ച മൊബൈൽ ഫോണുകളാണ് 2 പേരുടെയും വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. ഇതിനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ആ പരിശോധനാ ഫലം അത് നിർണായകമാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഈ ഗോപാലകൃഷ്ണൻ ഒളിവിലായതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇയാൾ ഒളിവിലാണ്. മാത്രമല്ല, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റ് ഭയമുള്ളതുകൊണ്ട് തന്നെ ഒളിവിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. KM ഷാജഹാൻ ഇന്നലെ രാത്രി വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഹാജരാകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ വന്നേക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും 3 പേരോടും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ യാസിർ ഇടപ്പള എന്ന് പറയുന്ന ആൾ വിദേശത്താണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും അന്വേഷണം വളരെ സമഗ്രമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പഴുതടച്ചുള്ള അന്വേഷണം എന്നുള്ള നിലയിലായതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ തെളിവ് ശേഖരണത്തിനായി പോലീസ് ശ്രമിച്ചത്. ആരൊക്കെയാണ് ഈ അപവാദ പ്രചരണത്തിന് നേതൃത്വം നൽകിയതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്, ആരൊക്കെ പ്രചരിപ്പിച്ചു തുടങ്ങിയ വിശദമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഒപ്പം ഇവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലെ കൂടുതൽ വിവരം ലഭിക്കുന്നതിനായി ഫേസ്ബുക്കിൻ്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആ മെറ്റയിൽ നിന്ന് മറുപടി ലഭിച്ചാൽ ഇവർ തന്നെയാണ്, ഇപ്പോൾ ഈ പോലീസ് FIRലുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കാൻ പോലീസിന് കഴിയും. അതിനുള്ള ശ്രമം സമാന്തരമായി പോലീസ് നടത്തുന്നുമുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം, നിർണായക നീക്കം എന്നുള്ള നിലയിൽ തന്നെയാണ് 3 പേർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൽ ആരൊക്കെ ഇന്ന് ഹാജരാകും എന്ന് ഉറപ്പില്ല. ഇനി ഹാജരായില്ലെങ്കിൽ, അന്വേഷണത്തോട് സഹകരിക്കാത്ത മനോഭാവമാണ് അവർ പുലർത്തുന്നതെങ്കിൽ പോലീസ് അവരെ പിടികൂടി ചോദ്യം ചെയ്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും രാവിലെ 10 മണിയോടെയാണ് ഇവരോടൊക്കെ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. എറണാകുളം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഇവർ ഹാജരാകേണ്ടത്. ആ നിലയിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം മറ്റൊരു ഗുരുതരമായ സാഹചര്യം എന്ന് പറയുന്നത്, ഇതിലെ ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു, FIR പ്രതികളുണ്ടാകുന്നു, അവർക്കെതിരെ അന്വേഷണം ശക്തമാക്കുന്നതിനിടയിലും ഷൈൻ ടീച്ചർക്കെതിരെ കോൺഗ്രസ് പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഈ അധിക്ഷേപം തുടരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MS റജിയാണ് ഷൈൻ ടീച്ചറെ അധിക്ഷേപിച്ചത്. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഷൈൻ ടീച്ചറെ അധിക്ഷേപിച്ചുകൊണ്ട് MS റജി സംസാരിക്കുന്നുണ്ട്. അക്കാര്യം കൂടി ഷൈൻ ടീച്ചർ അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ഓൺലൈൻ ചാനലിനോട് അഭിമുഖം നൽകുന്നതിൻ്റെ ആ ലിങ്ക് അടക്കം ഷൈൻ ടീച്ചർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നേരത്തെ നേതാവ് കേസെടുത്തതിന് ശേഷം ഈ ഗൂഢാലോചനകളുടെ എല്ലാം, ഈ അധിക്ഷേപത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത് അത് പറവൂർ തന്നെയാണ് എന്ന് വ്യക്തമാകുന്നില്ലേ? ഒന്ന്, ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിൽ അയാൾ ഒരു മാസം മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ മോശം പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടതാണ്, പിന്നീട് ഡിലീറ്റ് ചെയ്തു എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഉമേഷ് പറഞ്ഞ ഈ പുതിയ കഥാപാത്രം, എന്താ റജിയോ, മണ്ഡലം പ്രസിഡന്റോ എന്തോ, അയാളും. അപ്പോൾ ഈ ഗൂഢാലോചനകളെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നില്ലേ ഇവരുടെയൊക്കെ പരാമർശങ്ങളിൽ നിന്ന്?
അതെ, അത് ഷൈൻ ടീച്ചർക്കും ആദ്യഘട്ടത്തിൽ തന്നെ അത് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ആ നിലയിൽ ഇവരൊക്കെയാണ് ഇതിന് തുടക്കമിട്ടതെന്ന് ചൂണ്ടിക്കാട്ടി ഇവരുടെയൊക്കെ പേര് സഹിതം ഷൈൻ ടീച്ചർ പരാതി നൽകിയതും ആ സാഹചര്യത്തിലായിരുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു അറസ്റ്റ് എന്നുള്ളതിന് പകരം ആ തെളിവുകൾ ഉറപ്പിച്ച ശേഷം ഇവരെ അറസ്റ്റ് ചെയ്താൽ അത് പഴുതടച്ച അന്വേഷണമായി മാറും. അത് തന്നെയാണ് പോലീസ് ചെയ്യുന്നത്. ഈ ഗുരുതര സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവാണെങ്കിലും എറണാകുളം DCC പ്രസിഡൻ്റൊക്കെ ആണെങ്കിലും ചിലർ ഇങ്ങനെ സൈബർ ഇടത്തിൽ പറയുന്നുണ്ട് അവരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അവരെയൊന്നും പൂർണ്ണമായി തള്ളി പറയാതെ. പക്ഷേ ഇതിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും പ്രതിപക്ഷ നേതാവിന്റെ നിയന്ത്രണമൊന്നും പറയാതിരിക്കുകയാണ് ഉമേഷ് നല്ലത്. സ്വന്തം പാർട്ടിയിലെ MLA നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവ് എങ്ങനെ സൈബർ വിഭാഗങ്ങളെ നിയന്ത്രിക്കും? അതുകൊണ്ട് അതൊക്കെ നമുക്ക് വിടാം. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ ആരൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. അതെ, ഇപ്പോൾ ഈ 3 പേരാണ് പ്രതികളെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഇത്തരം അധിക്ഷേപം തുടർന്നവർ കൂടി പ്രതികളായി മാറും എന്നുള്ള സൂചന പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവർക്കെതിരെയുള്ള തെളിവുകളും പോലീസ് ശേഖരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട പ്രതികളുടെ വീട്ടിൽ നിന്ന് ഫോൺ പിടിച്ചെടുത്തതുപോലെ ആരൊക്കെയാണോ ഈ അധിക്ഷേപം പ്രചരിപ്പിച്ചത് അവരുടെയൊക്കെ ഫോണുകൾ പിടിച്ചെടുത്ത് തെളിവുകൾ ശേഖരിച്ച് അവരെ കൂടി പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ ആയിരിക്കും പോലീസ് പോവുക. വളരെ ഗൗരവത്തിലാണ് ഈ പോലീസ് ഈ പരാതിയെ കാണുന്നത്. ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിട്ടുമൊക്കെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ തുടരുന്നത് അതൊരു തരത്തിലും അത് അനുവദിക്കാവുന്നതല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് അവർക്കെതിരെയൊക്കെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത്. ആദ്യഘട്ടത്തിൽ തെളിവ് ശേഖരണം നടത്തി ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് പോലീസ്. ശരി, ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിൽ VD സതീശന്റെ അടുത്ത വിശ്വസ്തനാണ്. അതുപോലെ തന്നെ പറവൂരിലെ മണ്ഡലം പ്രസിഡന്റ് കാര്യമാണ് പറഞ്ഞത്. റെജി സ്വാഭാവികമായും അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്നത് VD സതീശന്റെ വിശ്വസ്തനായിരിക്കുമല്ലോ. അല്ലാത്ത ഒരാളെ സ്വന്തം നാട്ടിലേതായാലും മണ്ഡലം പ്രസിഡന്റ് ആക്കി വെക്കാൻ VD സതീശൻ ഒരിക്കലും സമ്മതിക്കില്ല. ഈ 2 നേതാക്കൾ തന്നെ നടത്തിയ പരാമർശങ്ങൾ നോക്കൂ. ചെട്ടിശ്ശേരിലാണ് ഇതിന്റെ ഒക്കെ പുറകിൽ ഒന്നാമനായി നിൽക്കുന്നത്. ഇപ്പോൾ ഈ പരാതികളും ഈ വിവാദങ്ങളും എല്ലാം ഉണ്ടായതിനു ശേഷവും പറവൂരിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് റെജി ഷൈൻ ടീച്ചറെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ലോക്കൽ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അങ്ങനെ പറഞ്ഞുവെന്നാണ് ഉമേഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവുമായി അടുത്ത് നിൽക്കുന്ന നേതാക്കൾ തന്നെയാണ് ഈ അധിക്ഷേപങ്ങളും ഈ ആക്ഷേപങ്ങളും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവരെ ഒന്ന് തിരുത്താൻ പ്രതിപക്ഷ നേതാവിന് ഈ മിനിറ്റ് വരെ കഴിയുന്നില്ലല്ലോ എന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രമാത്രം പരാജിതനായിട്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത്. ഒരു സ്ത്രീക്കെതിരെ, അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരും ആയിക്കോട്ടെ, ഇത്തരത്തിൽ ഏറ്റവും മോശം സൈബർ ആക്രമണം തൻ്റെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിനെ തിരുത്തേണ്ട വലിയൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? എന്തുകൊണ്ടായിരിക്കാം അത് നിറവേറ്റാൻ പ്രതിപക്ഷ നേതാവിന് കഴിയാതെ പോകുന്നത്? ഈ ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിലിനെ അന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ മേലാൽ ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ളൊരു ആർജവം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഉണ്ടായില്ല? ഇപ്പോൾ ഈ റെജി എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അയാളെ പ്രതിപക്ഷ നേതാവ് തിരുത്തുമോ? ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രതിപക്ഷ നേതാവ് അയാളെ തിരുത്തുമെന്ന്. ഇനി DCC അധ്യക്ഷൻ ഷിയാസ് തിരുത്തുമോ ഇയാളെ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അധിക്ഷേപിക്കുന്നവരെ, ഈ വൃത്തികേടുകൾക്കൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും ജീർണമായ ഒരു സംസ്കാരത്തിലേക്ക് കോൺഗ്രസ് സമീപകാലത്ത് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ പ്രതിഫലനമാണ് അവസാനം ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് സതീശൻ്റെ നേർക്ക് തന്നെ വന്നത് നമ്മൾ കണ്ടത്. വിത്തിട്ട് വളർത്തിയത് ഒടുവിൽ സതീശൻ തന്നെ കൊയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അത് മാത്രമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത്.